ഈ കോൺഗ്രസിൽ ഒരിടത്തും രണ്ടിടത്തും മൂന്നിടത്തും ഒന്നും അല്ല പ്രശ്നം, പലയിടത്തും സർവത്ര കലഹമാണ്. അപ്പോൾ ഈ സന്ദീപ് വാര്യരെ കാസർഗോഡ് തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിൽ കോൺഗ്രസിൽ കടുത്ത അമർഷം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പൊട്ടിത്തെറിയിലേക്കെന്നാണ് സൂചന. ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അടിയന്തര യോഗം ചേരും. അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, സന്ദീപ് വാര്യർ വലിയ പ്രതീക്ഷയോടെയാണ് ഒരു കണ്ടം ചാടി കോൺഗ്രസിലെത്തിയത്. വലിയ പ്രതീക്ഷയായിരുന്നു ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടുമെന്ന്. പറഞ്ഞു കേട്ട സീറ്റുകളൊന്നും കൊടുത്തില്ല. ഒടുവിൽ കാസർഗോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു, തൃക്കരിപ്പൂരിൽ മത്സരിക്കാൻ പറഞ്ഞുവെന്ന് കേൾക്കുന്നു. അതും അന്തിമ തീരുമാനം വന്നിട്ടില്ല. പക്ഷേ അതിനു മുന്നേ തന്നെ പരസ്യമായി ഇന്നലെ DCC അംഗങ്ങൾ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. ഇവിടെ വേണ്ട സന്ദീപ് വാര്യർ, ഇവിടെ നേതാക്കൾ വേറെയുണ്ട്, ഒരാളെയും കെട്ടിയിറക്കണ്ട, നൂലിൽ കെട്ടിയിറക്കുന്ന പരിപാടി അവസാനിപ്പിച്ചോളൂ എന്ന് DCC പറയുന്നുണ്ട്. ഇപ്പോൾ എന്താണ്, ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു അമ്മാത്തെത്തിയില്ല, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അപ്പോൾ ആ അവസ്ഥയിലാണോ സന്ദീപ് വാര്യർ? കൃഷ്ണരാജ്, അമൽ, ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ സന്ദീപ് വാര്യരെ വെച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയയിലെ ട്രോളാണ്. കോൺഗ്രസിനും വേണ്ടാതായി സന്ദീപ് വാര്യർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ട്രോളുകളൊക്കെ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കാസർഗോഡ് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരെ പരിഗണിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് കാസർകോട്ടെ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി പ്രതികരണം നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ മത്സരിക്കുമെന്ന വാർത്ത പുറത്ത് വന്നതിന് പിന്നാലെ തൊട്ടടുത്ത നിമിഷം തന്നെ ഈ DCC പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തുന്നു. ഇത്തരത്തിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളെ തൃക്കരിപ്പൂരിൽ ആവശ്യമില്ല, അതൊരു തരത്തിലും തങ്ങൾ പരിഗണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. KPCC ജനറൽ സെക്രട്ടറിമാരും അതേ സമയത്ത് തന്നെ രംഗത്ത് വന്നു സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തുകൊണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് DCCയുടെ നേതൃത്വത്തിൽ ഒരു നിർണായക യോഗം കാസർഗോഡ് നടക്കുന്നുണ്ട്. ഈ യോഗത്തിൽ കൃത്യമായി തന്നെ ഈ സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് എടുക്കും. അത് ഉന്നത നേതൃത്വത്തെ അറിയിക്കും. ഒരു കാരണവശാലും തൃക്കരിപ്പൂരുകാർക്ക് സന്ദീപ് വാര്യരെ വേണ്ട എന്ന നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത്. കോൺഗ്രസിലെ നേതൃത്വം മാത്രമല്ല, പ്രാദേശികമായിട്ടുള്ള അണികൾ പോലും ഇത്തരത്തിൽ സന്ദീപ് വാര്യരെ തൃക്കരിപ്പൂരിൽ മത്സരിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ജയസാധ്യതയുള്ള സീറ്റൊന്നുമല്ല തൃക്കരിപ്പൂര്. പക്ഷെ അവിടെ പോലും സന്ദീപ് വാര്യരെ പരിഗണിക്കുന്നില്ല. അവിടെയാണ് സന്ദീപ് വാര്യർക്ക് സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് ഉദ്ദേശിച്ചത്. പക്ഷെ അവിടുത്തെ ആളുകൾക്ക്, അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് പോലും സന്ദീപ് വാര്യരെ വേണ്ട എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 11 മണിയോടെയാണ് ഈ DCCയുടെ നേതൃത്വത്തിൽ ഒരു യോഗം നടക്കുന്നത്. യോഗത്തിലെ തീരുമാനം അതേറെ നിർണായകമാണ്. ശരി, സന്ദീപ് വാര്യരെ തൃക്കരിപ്പൂരിനും വേണ്ട, കാസർഗോഡിനും വേണ്ട. നേരത്തെ സാധ്യതയുണ്ടെന്ന് കരുതപ്പെട്ട ഇടങ്ങളിൽ അവിടെയും മത്സരിപ്പിക്കുന്നില്ല. അപ്പോൾ എന്താകും സന്ദീപ് വാര്യരുടെ ഭാവിയെന്ന് കാത്തിരുന്നു കാണണം. ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നുവെങ്കിൽ നമുക്കങ്ങനെ പറയാൻ പറ്റൂ. ഇപ്പോൾ ഉണ്ടാകും, വൈകിട്ടുണ്ടാകും, രാത്രി ഉണ്ടാകും, അതുവരെയല്ലേ പറയാൻ പറ്റൂ. പുലർച്ചെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത് 10 മണിയായി. അപ്പോൾ സ്വാഭാവികമായി എന്താണ് ഇനി സംഭവിക്കാനിരിക്കുക എന്ന് കാത്തിരുന്നു കാണാം.